നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബോളിവുഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ ഒരു വേൾഡ് ആസ് എ ഹോൾ എടുക്കുമ്പോൾ എല്ലാ രാജ്യത്തും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അല്ലെ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ കോവിഡ് ഒരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേൽ പാലസ്തീൻ കലാപം സംഭവിക്കുന്നത്. പലർക്കും സംശയം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇതിൻ്റെ റീസൺ എന്നുള്ളതാണ്. ഈ ഒരു നൂറ്റാണ്ടിൽ ഇങ്ങനെയൊരു വോർ നടക്കണമെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്, എന്തുകൊണ്ട് നടക്കുന്നു? പലർക്കും അറിയില്ല എന്തുകൊണ്ടാണ് നടക്കുന്നത് എന്നുള്ളത്. ഇതിൻ്റെ ഒരു ബേസിക് റീസൺസ് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ പലരും അറിയാതെ കുറച്ച് പേര് ഒപ്പീനിയൻസ് പറയുന്നുണ്ട്, ചിലർ നന്നായി പഠിച്ച ഒപ്പീനിയൻസ് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. സോ എന്താണ് പാലസ്തീൻ ഇസ്രായേൽ തമ്മിലുള്ള ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത്? ഇവരുടെ ഒരു ഹിസ്റ്ററി എന്താണ്, ഈ രണ്ട് സ്ഥലങ്ങളുടെയും ഹിസ്റ്ററി എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് ബോളിവുഡ് ഓൺലൈൻ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് പോപ്പപ്പ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇസ്രായേലിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ബോർഡർ ഷെയർ ചെയ്യുന്നത് ജോർഡൻ, ഈജിപ്റ്റ്, സിറിയ, ലെബനൻ പിന്നെ പാലസ്തീൻ ടെറിട്ടറീസുമായിട്ടാണ്. പാലസ്തീൻ ടെറിട്ടറീസ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡ് ആവുന്ന രണ്ടാണ്, ദാറ്റ് ഈസ് വെസ്റ്റ് ബാങ്കും അതോടൊപ്പം ഗാസ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാവർക്കും കുറച്ച് പരിചിതമായിരിക്കും, ബിക്കോസ് നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കാറുണ്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഗാസ സ്ട്രിപ്പിനെ പറ്റി. അതായത് ഗാസ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തുറന്ന ജയിൽ എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. അവിടെ ഒരു 18 ലക്ഷത്തിലേറെ ആൾക്കാർ തിങ്ങി നെരിഞ്ഞാണ് അതിനകത്ത് ജീവിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ കേൾക്കാറുണ്ട് അവിടെ നിന്നാണ് വെടിവെപ്പും കാര്യങ്ങളൊക്കെ വരുന്നതിനെക്കുറിച്ച്. അപ്പം ഗാസ സ്ട്രിപ്പിലൊരു ദുരന്ത അവസ്ഥ എന്ന് പറയുന്നത് അവിടെ വെള്ളവും വൈദ്യുതിയും പോയിട്ട് എന്താ പറയുക, മെഡിസിൻസ് പോലും അവർക്ക് റെയർ ആയിട്ടാണ് അവിടെ അതിനകത്ത് ലഭിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു ദുരന്തപരമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് ഗാസ സ്ട്രിപ്പിൻ്റെ അകത്തുള്ളവർ ജീവിക്കുന്നതെന്നാണ് പുറം ലോകം നമ്മൾ അറിയാൻ കഴിയുന്നത്. ഇനി പാലസ്തീൻ ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും കോമൺ ആയിട്ട് അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ജെറുസലേമിനെയാണ്. ജെറുസലേം എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. മുസ്ലിംസിനാണെങ്കിലും ക്രിസ്ത്യൻസിനാണെങ്കിലും ജൂതന്മാർക്കാണെങ്കിലും അവരുടെ ഒരു ഹോളിയസ്റ്റ് പ്ലേസ് എന്നറിയപ്പെടുന്നതാണ് ജെറുസലേം. പക്ഷേ ഈ ജെറുസലേം എന്ന് പറയുന്നത് ടോട്ടലി ഇസ്രായേലിൻ്റെ പവറിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇസ്രായേലിൻ്റെ പാർലമെൻറ്റും അങ്ങനത്തെ മറ്റു കാര്യങ്ങളൊക്കെ ജെറുസലേമിലാണ് ഉള്ളത്. സോ ടോട്ടലി ഇസ്രായേലിനാണ് ജെറുസലേമിൽ ഇപ്പോൾ പവർ വരുന്നത്. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇനി ഓട്ടോമൻ എംപയർ എന്ന് പറഞ്ഞിട്ട് പണ്ട് ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ പാലസ്തീൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇസ്രായേലിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഇസ്രായേലിൻ്റെ അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹെബ്രുവും അറബിയും ആണ്. അവിടെ ഏറ്റവും കൂടുതലുള്ളത് ജൂതമത വിശ്വാസികളാണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന കമ്മ്യൂണിറ്റി മുസ്ലിംസ് ആണ്, പിന്നെ ക്രിസ്ത്യൻസ്, പിന്നെ മറ്റ് മതത്തിലുള്ളവരാണ്. ഇസ്രായേലിന് ഒരു ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് 14 മെയ് 1948 ഇസ്രായേലിൻ്റെ ചരിത്രം പറയുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ജൂതമതത്തിൻ്റെ ചരിത്രം പറയുക എന്നുള്ളത്. കാരണം ഇസ്രായേൽ വന്ന് നിൽക്കുന്നത് ഈ ജൂതമതത്തിലൂടെയാണ്. എത്രമാത്രം ഈ ഒരു ചരിത്രം കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് വളരെ പ്രാചീനമായിട്ടുള്ള വളരെ പഴകിയതാണ് ജൂതമതക്കാരുടെ അവരുടെ പരമ്പരയും ചരിത്രവും കാര്യങ്ങളൊക്കെ. സോ എത്രമാത്രം കറക്റ്റാണെന്ന് നമുക്കറിയില്ല. ജൂതമതത്തിൻ്റെ ചരിത്രം 2 രീതിയിലാണ് പറയുന്നത്. ഒന്ന് മതപരമായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്, വേറൊന്ന് മതേതരമായി ചരിത്രം പറയുന്നത് ഉണ്ട്. ജൂതമതക്കാർ പറയുന്നത് അവരുടെ ചരിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത് എബ്രഹാമിൽ നിന്നാണെന്നാണ്. അതും ലോകത്തെല്ലാമുള്ള ജൂതമതക്കാർ വിശ്വസിക്കുന്നത് എബ്രഹാമിൽ നിന്ന് അവരുടെ പരമ്പര സ്റ്റാർട്ട് ചെയ്യുകയും അതുപോലെ ഇസ്രായേലിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഇറാഖിൽ നിന്നുമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. എബ്രഹാമിൻ്റെ മകനായിരുന്നു ഇസഹാക്കിൻ്റെ മകൻ യാക്കോബ്. ഈ യാക്കോബിൻ്റെ 12 മക്കൾ, ആ 12 മക്കളിൽ നിന്നാണ് ഒരു വലിയ ജനത തന്നെ ഉണ്ടാവുന്നത്. അങ്ങനെ ഇരിക്കെ യാക്കോബിന് ദൈവം നൽകിയ പേരാണ് ഇസ്രായേൽ എന്നൊരു ചരിത്രം കൂടെ പറയുന്നുണ്ട്. ഓക്കെ, വോട്ടെവർ. യാക്കോബും അങ്ങനെ 12 മക്കളും കൂടെ അവിടെ നിന്ന് ഈജിപ്തിലേക്ക് താമസം മാറുകയാണ്. താമസം മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഈജിപ്തിലുള്ളവർ ഒരു ഭരണാധികാരി ഇസ്രായേൽ ജനങ്ങളെ മുഴുവൻ അടിമകളാക്കുകയും വളരെയധികം പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ
മോശയുടെ ഹെൽപ്പോട് കൂടി ഇവരെല്ലാവരും കൂടെ കനാൻ തീരത്തേക്ക് താമസം മാറ്റുകയാണ് ഉണ്ടായത്. കനാൻ തീരത്ത് സാധാരണഗതിയിൽ അവിടുത്തെ ന്യായാധിപന്മാരൊക്കെയാണ് അവിടെ രാജ്യം റൂൾ ചെയ്തിരുന്നത് ആ സമയത്ത്. കനാൻ തീരത്ത് വന്നതിന് ശേഷം ഈ 12 മക്കളും 12 ഗോത്രങ്ങളായിട്ട് തിരിഞ്ഞ് ഭൂമി പങ്കിട്ട് അവിടെ താമസിക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ന്യായാധിപന്മാർക്ക് പകരമായി ആദ്യമായി അവിടെ വന്ന രാജാവിൻ്റെ പേര് സാവൂൾ എന്നായിരുന്നു. സാവൂളിന് ശേഷം നെക്സ്റ്റ് വന്ന രാജാവ് ദാവീദായിരുന്നു. അതിനുശേഷം ദാവീദിൻ്റെ മകൻ സോളമൻ ആയിരുന്നു അവിടുത്തെ രാജാവ്. അങ്ങനെ ദാവീദ് രാജാവായിരുന്ന സമയത്താണ് ഇസ്രായേലിനെ ഒരു രാജ്യമാക്കി മാറ്റുകയും അതുപോലെ തന്നെ ജെറുസലേമിനെ അതിനെ ക്യാപിറ്റലാക്കി മാറ്റുകയും ചെയ്തത്. അങ്ങനെ ഇരിക്കെ ഇസ്രായേൽ എന്ന രാജ്യത്തെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു. അതായത് 10 ഗോത്രങ്ങൾ അടങ്ങിയ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു ഭാഗവും അതുപോലെ 2 ഗോത്രങ്ങൾ അടങ്ങിയ ജൂദ് എന്ന് പറഞ്ഞൊരു ഭാഗവുമായിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്തു. ലേറ്റർ BC 6-ാം നൂറ്റാണ്ടിൽ ജൂദ് എന്ന് പറയുന്ന ഭാഗത്തിന് ലെബിലോനിയൻ ഭരണാധികാരികൾ അത് പിടിച്ചെടുക്കുകയും അതുപോലെ തന്നെ 8-ാം നൂറ്റാണ്ടിൽ അസീറിയൻ ഭരണാധികാരികൾ ഇസ്രായേൽ പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ ലെബിലോനിയൻ ഭരണാധികാരി നമ്മുടെ ജൂദ് പിടിച്ചെടുത്ത ആ ഒരു സമയത്ത് അവരുടെ ജൂദ് മതവിശ്വാസത്തെയൊക്കെ ഒരുപാട് അവർ ഇൻസൾട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ മതപരമായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം നശിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെ ആഫ്റ്റർ 70 വർഷങ്ങൾക്ക് ശേഷം 70 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ലെബിനോനിയൻ അധികാരികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് പേർഷ്യ ജൂദ് എന്ന് പറയുന്ന ആ പ്രദേശത്ത് അധികാരത്തിൽ വരികയുണ്ടായി. അപ്പോൾ അവർ പിടിച്ചെടുത്ത സമയത്ത് ഒരുപാട് ജൂതന്മാരെ അവിടെ നിന്ന് സ്ഥലം മാറ്റുകയൊക്കെ ചെയ്തായിരുന്നു, മറ്റു സ്ഥലത്തേക്കൊക്കെ മാറ്റി പാർപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ലേറ്റർ പേർഷ്യ അധികാരത്തിൽ വന്നപ്പോൾ ജൂതമത വിശ്വാസികളെല്ലാം തിരിച്ചു കൊണ്ടുവരികയും ലേറ്റർ പേർഷ്യ മെസിഡോണിയൻ ഭരണാധികാരികൾ പരാജയപ്പെടുത്തുകയുണ്ടായി. പരാജയപ്പെടുത്തിയ സമയത്ത് മെസിഡോണിയൻ രാജാവ് എന്ന് പറയുന്ന അലക്സാണ്ടർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അവിടുത്തെ സൈനികാധിപനായിരുന്നു ഫുൾ പവർ വന്നിരുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഇവിടെ ഒരു ഗ്രീക്ക് സംസ്കാരം കൊണ്ടുവരാൻ ശ്രമിച്ചു. ജൂതന്മാരുടെ ഇടയ്ക്കാണെങ്കിൽ പോലും പല ജൂതന്മാരുടെ ഇടയ്ക്കും ഗ്രീക്ക് സംസ്കാരം കൊണ്ടുവരികയും ലേറ്റർ ജൂതമത വിശ്വാസികളുടെ അവരുടെ ഹോളി പ്ലേസസിലൊക്കെ ഈ ഒരു ജൂതമത വിശ്വാസം മാറ്റി ഗ്രീക്ക് സംസ്കാരം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഇവരതിനെ എതിർക്കുകയും ഉണ്ടായി. അങ്ങനെ ഇരിക്കെ ഒരുപാട് പ്രശ്നത്തിനും കലാപത്തിനും ഒക്കെ ശേഷം ജൂതമത വിശ്വാസികൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ജൂതവംശം തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പിന്നെ റോമിൻ്റെ കയ്യിലായിരുന്നു ഇവരുടെ ഒരു അധികാരം വന്നത്. ജൂതമതവിശ്വാസികളുടെ ഒരു ഏരിയയിലുള്ള അധികാരം റോമിൻ്റെ കയ്യിൽ വരികയും റോം എന്ന് പറയുമ്പോൾ അവർക്ക് ബഹുദൈവാരാധനയാണ് ഉള്ളത്. ഒന്നിൽ കൂടുതൽ ദൈവങ്ങളെ അവർ ആരാധിക്കുകയും അതേസമയം ജൂതന്മാരെന്ന് പറഞ്ഞ ഏക ദൈവാരാധനയാണ് അവർക്കുള്ളത്. പിന്നെ ഈ ഒരു പ്രോബ്ലമായിരുന്നു റോമും ജൂതന്മാരുടെ ഇടയ്ക്ക് ഈ ഒരു പ്രോബ്ലം വന്നപ്പോൾ പിന്നെ ഇതിൻ്റെ പേരിലായിരുന്നു ഫൈറ്റ്. ഇങ്ങനെ ഒരു റോമും ജൂതമതവും തമ്മിലുള്ള ഈ ഒരു ഇഷ്യൂവിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് യേശുവിൻ്റെ ജനനം വരുന്നത്. യേശുവിൻ്റെ വരവും യേശുവിൻ്റെ പല ആശയങ്ങളും കുറച്ച് ജൂതമതക്കാരുടെ ഇടയ്ക്ക് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടിയിരുന്നു. ബട്ട് ലേറ്റർ ഓൺ അത് ലോകമെമ്പാടും എല്ലാവരും ആ ആശയങ്ങളെ അംഗീകരിക്കുകയും അങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി അവിടെ ഫോം ആവുന്നത്. സോ ഇസ്രായേലിൻ്റെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണെന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് പാലസ്തീൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് പോയി നോക്കാം. പാലസ്തീൻ രാജ്യം എന്ന് പറയുന്നത് മെയിനായിട്ട് ഗാസ സ്ട്രിപ്പും അതോടൊപ്പം വെസ്റ്റ് ബാങ്കും ഇത് രണ്ടും ഇൻക്ലൂഡ് ആവുന്നതാണ് പാലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശം. ഇതിൽ വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇസ്രായേലും ജോർഡാനും തമ്മിലാണ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. വെറസ് ഗാസ സ്ട്രിപ്പ് അല്ലെങ്കിൽ ഗാസ മുനമ്പ് എന്ന് പറയുന്നത് ബോർഡർ ഷെയർ ചെയ്യുന്നത് ഇസ്രായേലും ഈജിപ്തും തമ്മിലാണ്. പാലസ്തീൻ നാഷണൽ അതോറിറ്റി പറയുന്ന അനുസരിച്ച് പാലസ്തീൻ്റെ ടെറിട്ടറിയിൽ താഴെ വരേണ്ടത് വെസ്റ്റ് ബാങ്ക് അതേപോലെ ഈസ്റ്റ് ജെറുസലേം ആൻഡ് ഗാസ സ്ട്രിപ്പാണ്. പക്ഷേ അവർ പറയുന്ന അനുസരിച്ച് അവരുടെ അധികാര പരിധിയിൽ ഇപ്പോൾ പല ഭാഗങ്ങളും ആക്ച്വലി ഇല്ല. ഇനി പാലസ്തീനും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ജെറുസലേമിനെയാണ് അവരുടെ ക്യാപിറ്റലായിട്ട് പറയുന്നത്. ഇസ്രായേൽ പറയുന്നത് പോലെ തന്നെ ക്യാപിറ്റലായിട്ട് പറയുന്നത്. അവരുടെ മെയിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് അറബിയാണ്. അവിടെ പോപ്പുലേഷൻ കൂടുതലും മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ പോലും അവിടെ ക്രിസ്ത്യൻസ്, ജൂത് ആൻഡ് മുസ്ലിം ഉള്ള ഒരു സ്ഥലമാണ് ഈ പാലസ്തീൻ എന്ന് പറയുന്നത്. ജോർഡാൻ നദിയുടെ തീരത്ത് കാനൻ ഏരിയയിൽ താമസിച്ചിരുന്ന പാലസ്തീയർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരിൽ നിന്നാണ് പാലസ്തീൻ എന്നൊരു പേര് വരുന്നത്. ഇനി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ ജൂതിനെ സംബന്ധിച്ചിടത്തോളം ഈ പാലസ്തീൻ എന്ന് പറയുന്നത് ആക്ച്വലി അവരുടെ ഒരു ഹോളി പ്ലേസ് ആണ്.
ബൈബിളിലൊക്കെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ദൈവരാജ്യം എന്ന് വരെ പാലസ്തീനെ പരാമർശിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഹോളി പ്ലേസ് ആയിട്ടാണ് പാലസ്തീനെ കാണുന്നത്. പണ്ട് തൊട്ടാണെങ്കിലും പല രാജ്യത്തു നിന്നുള്ളവർ പാലസ്തീനിൽ അവരുടെ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ലൈക്ക് ഈജിപ്ഷ്യൻസ്, പേർഷ്യൻസ്, റോമൻസ്, അസീറിയൻസ്, അങ്ങനെ പലതരം ആൾക്കാർ അവരുടെ ആധിപത്യം പണ്ട് തൊട്ടേ അവിടെ സ്ഥാപിച്ചു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് AD 634 മുസ്ലിംസ് അവിടെ അധികാരത്തിൽ വരുന്ന, അവരെ പൂർണ്ണമായിട്ട് പാലസ്തീൻ മുഴുവൻ കീഴടക്കുകയും അവരുടെ അധികാരത്തിൻ്റെ കീഴിൽ പാലസ്തീൻ വരികയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ ഒന്നാം ലോക മഹായുദ്ധം, ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് പല മുസ്ലിം രാജാക്കളുടെ കയ്യിലായിരുന്നു പാലസ്തീൻ. അങ്ങനെ പാലസ്തീൻ മാറി മാറി പല മുസ്ലിം രാജാക്കളുടെ കയ്യിൽ നിന്നും മാമുലിക് സാമ്രാജ്യത്തിൻ്റെ കയ്യിലേക്ക് വരികയും അതിനുശേഷം ഓട്ടോമൻ എംപയറിൻ്റെ കയ്യിലേക്ക് പാലസ്തീൻ പോവുകയും ഉണ്ടായി. ഓട്ടോമൻ എംപയറിൻ്റെ കയ്യിൽ പാലസ്തീൻ എത്തിയതിനു ശേഷമാണ് ജെറുസലേമിലൊക്കെ ആ ഒരു വലിയ വാളൊക്കെ അവരാണ് പണിയുകയുണ്ടായത്. ഇന്നത്തെ പല ഇൻഡിപെൻഡൻറ്റ് രാജ്യങ്ങളായ സിറിയ, ലെബനൻ, ജോർഡൻ, ഇറാഖ് ഇതെല്ലാം അന്ന് ഓട്ടോമൻ എംപയറിൻ്റെ കീഴിലായിരുന്നു. ലേറ്റർ ഓൺ ആണ് ഇവരെല്ലാവരും സെപ്പറേറ്റ് രാജ്യങ്ങളായിട്ട് മാറുന്നത്. അങ്ങനെ ഓട്ടോമൻ എംപയറിൻ്റെ കയ്യിൽ പാലസ്തീൻ ഇരിക്കുന്ന സമയത്താണ് പല യൂറോപ്യൻ രാജ്യങ്ങളും ലോകത്തെ പല ഭാഗങ്ങളിലുമായിട്ട് വിഭജിച്ച് കിടന്ന ജൂത വംശജർ എല്ലാവരും തിരിച്ച് ഇസ്രായേൽ ഭാഗത്തേക്ക് വരുന്നത്. യൂറോപ്പിലൊക്കെ അന്ന് ജൂതന്മാർക്ക് വളരെയധികം പീഡനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അവർ ആ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെയാണ് തിരിച്ച് അവരുടെ ദേശം ഇസ്രായേൽ എന്ന് പറയുന്ന ഭാഗത്തേക്ക് അവർ തിരിച്ചു വരുന്നത്. ഈ ഓട്ടോമൻ എംപയറിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ലേറ്റർ ഓട്ടോമൻ എംപയറിൻ്റെ കയ്യിൽ നിന്നും ബ്രിട്ടീഷുകാരുടെ അധികാരത്തിലേക്ക് ഇസ്രായേൽ പൂർണ്ണമായിട്ടും പോവുകയായിരുന്നു. അതോടൊപ്പം പാലസ്തീനും അവരുടെ കയ്യിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ ജൂതമതക്കാരുടെ കുടിയേറ്റം, പാലസ്തീനിലേക്കുള്ള കുടിയേറ്റം കൂടുകയുണ്ടായപ്പോഴാണ് ആദ്യത്തെ സംഘർഷം അവിടെ വരുന്നത്. ജൂതമതക്കാരുടെ ഭയങ്കരമായ റഷാണ് അന്ന് അവിടെ ഉണ്ടായത്. ലേറ്റർ ഓൺ ലോകമഹായുദ്ധത്തിൽ തുർക്കിയെ ഡിഫീറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവുകയുണ്ടായില്ല. അങ്ങനെ ആയപ്പോൾ ജൂതമതക്കാരുടെ കൂടുതലായിട്ടുള്ള വരവും കൂടി പതിയെ ഇതൊരു ജൂത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഒരു ഭയങ്കരമായ ഫോഴ്സ് അവിടെ വരികയുണ്ടായി. ലേറ്റർ 1917 നവംബർ 2 പാലസ്തീൻ ടോട്ടലി ബ്രിട്ടൻ്റെ അധികാരത്തിൽ വന്നു. അങ്ങനെ വന്നതിന് ശേഷം ഫോറിൻ മിനിസ്റ്റർ അനൗൺസ് ചെയ്യുകയുണ്ടായി, ഇത് പൂർണ്ണമായിട്ടും പാലസ്തീൻ പൂർണ്ണമായിട്ടൊരു ജൂത രാഷ്ട്രമാക്കി മാറ്റാൻ പോവുകയാണെന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് വന്നു. ഇത് മുസ്ലിംസിന് ഒട്ടും അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. അതിനുശേഷം 1920 പൂർണ്ണമായിട്ടും ആ പ്രദേശം മുഴുവൻ ബ്രിട്ടൻ്റെ അധികാര പരിധിയിലേക്ക് വരികയും ശേഷം അവർ പാലസ്തീനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു. അതായത് ജോർഡാൻ നദിയുടെ ഈസ്റ്റ് ഭാഗത്തേക്ക് ട്രാൻസ് ജോർഡാനെ, വെസ്റ്റ് ഭാഗത്തേക്ക് ഇസ്രായേലിനെ സെപ്പറേറ്റ് ചെയ്തു. ഇസ്രായേൽ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ജൂത രാഷ്ട്രമായിട്ടാണ് അവർ സെപ്പറേറ്റ് ചെയ്തത്. ഇങ്ങനെ ആക്കിയതിന് ശേഷം ബാക്കിയുള്ള ലോകത്തുള്ള സകല ജൂതന്മാരും ഇസ്രായേലിലേക്ക് തിരിച്ചു വരികയും ഇങ്ങനൊരു ജൂത റഷ് അവിടെ നടന്നപ്പോൾ ഇത് മുസ്ലിംസിന് അക്സെപ്റ്റബിൾ അല്ലാത്തതുകൊണ്ട് അവരിതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുകയും ഒരു ഫൈറ്റ് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ആ ഫൈറ്റിന് പ്രത്യേകിച്ച് റിസൾട്ടൊന്നും വന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധം വരുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ പൂർണ്ണമായിട്ടും പാലസ്തീനും ഇസ്രായേലും എല്ലാം ഉപേക്ഷിച്ച് പോവേണ്ട ഒരവസ്ഥ വന്നു. ശേഷം 1947 നവംബർ 29 ഐക്യരാഷ്ട്രസഭ പാലസ്തീൻ എന്ന് പറയുന്നത് ജൂതിനും മുസ്ലിംസിനും ഈക്വൽ ആണെന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് ഇറക്കി. ഇത് ജൂതന്മാർക്ക് അക്സെപ്റ്റബിൾ ആയിരുന്നു, പക്ഷേ ഇത് മുസ്ലിംസ് സമ്മതിച്ചില്ല. മുസ്ലിംസ് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരികയും അവർ ഇതിന് എഗെയിൻസ്റ്റ് വാർ നടത്തുകയും ചെയ്തു. പക്ഷേ പ്രത്യേകിച്ച് അതിന് ഫലം ഒന്നും കണ്ടില്ല. അങ്ങനെ ഇരിക്കെ അറബ് രാജ്യങ്ങൾ എല്ലാവരും കൂടെ പാലസ്തീൻ്റെ കൂടെ നിന്ന് ഇസ്രായേലിന് എഗെയിൻസ്റ്റ് ആയിട്ട് വാർ ചെയ്തു. പക്ഷേ അപ്പോഴും ഇസ്രായേൽ ആയിരുന്നു ജയിച്ചത്. അങ്ങനെ ഇസ്രായേൽ ജയിച്ചപ്പോൾ അവിടെ താമസിക്കുക എന്ന് പറയുന്നത് അവിടെയുള്ള മുസ്ലിംസിന് വലിയൊരു ദുരന്തമായി മാറുകയും അതോടുകൂടി അവിടെയുള്ള ഭൂരിഭാഗം മുസ്ലിംസും മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയും ചെയ്തു. ഈ ഒരു വാറിൻ്റെ റിസൾട്ടായിട്ട് വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പും ഈജിപ്തിലേക്ക് കൂടിച്ചേരുകയുണ്ടായി. അതോടുകൂടി ഈ ഒരു സമയത്തായിരുന്നു പാലസ്തീനിൽ ഈ അഭയാർത്ഥി പ്രശ്നങ്ങളൊക്കെ കൂടുതൽ ഉണ്ടായത്. ലേറ്റർ ഇത് കഴിഞ്ഞിട്ട് പാലസ്തീനും മറ്റ് അറബ് രാജ്യങ്ങളും കൂടെ ഇസ്രായേൽ ഇല്ലാതാക്കും എന്നും പറഞ്ഞ് ഒരു യുദ്ധത്തിനായിട്ട് വീണ്ടും വരികയുണ്ടായി. ആ യുദ്ധം നടന്നത് 6 ദിന യുദ്ധം എന്നും പറഞ്ഞാണ്. അത് ഹിസ്റ്ററിയിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു യുദ്ധമായിരുന്നു. ഭയങ്കര ഒരു കലാപമായിരുന്നു 6 ദിന യുദ്ധം. 1967 ജൂൺ 5 6 ദിന യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. അറബ് രാജ്യങ്ങൾ എല്ലാം ഇസ്രായേലിനെ നേരിടാൻ വരുന്നു. ലോകത്തിലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രം മാറ്റിമറിച്ചൊരു യുദ്ധമായിട്ടാണ് ഈ 6 ദിന യുദ്ധത്തിനെ കാണുന്നത്. ഇസ്രായേൽ ഈ യുദ്ധത്തിന് അവരുടെ പൂർണ്ണ ശക്തിയും യൂസ് ചെയ്തുകൊണ്ട്
മൂന്നിരട്ടിയോളം സ്ഥലങ്ങളാണ് 3 രാജ്യങ്ങളിൽ നിന്ന് അവർ പിടിച്ചെടുക്കിയത്. അതായത് അറബ് രാജ്യങ്ങളെല്ലാം അവർ ഡിഫീറ്റ് ചെയ്ത് ഇസ്രായേലാണ് ഈ യുദ്ധം വോൺ ചെയ്തത്. 3 രാജ്യങ്ങളായ ഈജിപ്ത്, ജോർഡാൻ ആൻഡ് സിറിയയിൽ നിന്നാണ് ഇവർ സ്ഥലങ്ങൾ പിടിച്ചെടുത്തത്. അതിൽ ഈജിപ്തിൽ നിന്ന് ഗാസ സ്ട്രിപ്പും സിനായ് ദ്വീപും, അതോടൊപ്പം ജോർഡാനിൽ നിന്ന് ഈസ്റ്റ് ജെറുസലേമിൽ ഉൾപ്പെടുന്നതാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് സിറിയയിൽ നിന്നും ഗോളൻ ഹിൽസുമാണ് പിടിച്ചെടുത്തത്. ഇതിലിപ്പം ഈജിപ്തിൽ നിന്നും ജോർഡാനിൽ നിന്നും പിടിച്ചെടുത്ത വെസ്റ്റ് ബാങ്ക് ആൻഡ് ഗാസ സ്ട്രിപ്പ് ഇപ്പോൾ പാലസ്തീൻ്റെ ഭാഗത്തായിട്ടാണ് വരുന്നത്. അങ്ങനെ ഈ സ്ഥലങ്ങളെല്ലാം ഇസ്രായേൽ പിടിച്ചിറക്കിയ ആ ഒരു സമയത്ത് ഭയങ്കരമായ അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നവും സംഘർഷം കൂടിയിരിക്കുന്ന സമയത്താണ് ലോക ഐക്യരാഷ്ട്രസഭ പറയുന്നത് പിടിച്ചെടുത്തിയ സ്ഥലങ്ങളെല്ലാം തിരിച്ചു നൽകാനും സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാനും പറയുന്നത്. അറ്റ് ലാസ്റ്റ് ഐക്യരാഷ്ട്രസഭയോട് അംഗീകരിക്കുകയും ഇസ്രായേൽ സ്ഥലങ്ങളെല്ലാം തിരിച്ച് അവർക്ക് നൽകുകയും ചെയ്തു. ഇങ്ങനെ ചെയ്തതിന് ശേഷം അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ പൂർണ്ണമായിട്ട് അവസാനിക്കുകയും ഒരു സമാധാനം വരികയും ചെയ്തു. അങ്ങനെ അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരുകയും, എന്നാൽ പാലസ്തീൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പോഴും അവിടെ എക്സിസ്റ്റ് ചെയ്യുകയായിരുന്നു. പാലസ്തീൻ ജനങ്ങൾക്ക് അവകാശം, അവർ പറയുന്ന കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോഴും അവിടെ നിലനിന്നിരുന്നത്. അങ്ങനെ അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരുകയും അതോടൊപ്പം പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ പിന്നെയും തുടങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ പ്രോബ്ലംസ് എല്ലാം പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇസ്രായേൽ അവർ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുന്നത്. അതായത് ഇസ്രായേൽ ഭാഗത്തുള്ള ജൂത ആൾക്കാരോടൊക്കെ അവർ പാലസ്തീൻ ഭാഗത്ത്, അതായത് വെസ്റ്റ് ബാങ്കിൻ്റെയും ഗാസ സ്ട്രിപ്പിൻ്റെ ഭാഗത്തേക്ക് പോയി സെറ്റിൽ ആവാൻ പറയുകയും അവിടെ പോയി താമസിക്കാൻ പറയുകയും പുതുതായിട്ട് അവിടെ ഒരു ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ പറയുകയും ചെയ്തത്. അങ്ങനെ കുറച്ച് ജൂതന്മാരെല്ലാവരും അവിടെ പോയി ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴും കുറച്ച് മുസ്ലിംസ് അതിനെ എതിർക്കുകയുണ്ടായി, അവരുടെ പ്ലേസിൽ വന്ന് താമസിക്കുന്നതിനെ എതിർത്തു. ഈ എതിർപ്പ് പ്രകാരം അവർക്ക് ജൂതന്മാർക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇസ്രായേലിൽ നിന്ന് പോലീസും അതേപോലെ മിലിറ്ററി ഓഫീസേഴ്സ് എല്ലാം അവിടെ പോയി തമ്പടിക്കുകയും അവരും അവിടെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ പതിയെ അവിടെ ഒരു ഇസ്രായേലിലെ ആൾക്കാരുടെ ഒരു പോപ്പുലേഷൻ അവിടെ ഉണ്ടാക്കാനായിട്ടുള്ളൊരു ശ്രമം അങ്ങനെ ഇസ്രായേൽ നടത്തിക്കൊണ്ട് വരികയാണ്. ഇസ്രായേലിൻ്റെ ഈ ഒരു ആക്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ടാണ് പാലസ്തീൻകാർ ഇന്തിഫാദ എന്ന വിപ്ലവം കൊണ്ടുവരുന്നത്. ഇന്തിഫാദ എന്ന് പറഞ്ഞാൽ തന്നെ വിപ്ലവം എന്നാണ് അതിനർത്ഥം. ഇന്തിഫാദ 2 പ്രാവശ്യമാണ് പാലസ്തീൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് 20th സെഞ്ച്വറിയിലും ആൻഡ് ദ അതർ വൺ 80s അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നം ആയിട്ടുള്ളതായിരുന്നില്ല. അത് കുറച്ച് സമാധാനപരമായിട്ടുള്ളതും ചെറിയ ചെറിയ പ്രചാരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ അത് ടോട്ടലി അത് വലിയൊരു കോൺഫ്ലിക്റ്റ്, ഒരു വലിയൊരു വാർ, ഒരു ഭയങ്കര വലിയ വിപ്ലവം ആയിരുന്നു. രണ്ടാമത്തെ ഇന്തിഫാദയിൽ ഒരുപാട് പേർക്ക് മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നാൽ രണ്ടാമത്തെ ഇന്തിഫാദ നടക്കുമ്പോഴേക്കും പാലസ്തീൻകാർ കുറച്ചുകൂടെ പവർ ആർജിച്ചിരുന്നു. അവരുടെ കയ്യിൽ കുറച്ചും കൂടെ എക്യുപ്മെൻറ്റ്സും ടൂൾസും ഉണ്ടായിരുന്നു പ്രതിഷേധം പ്രകടിപ്പിക്കാനായിട്ട്. അതോട് കൂടിയാണ് അവർ ചാവേർ ബോംബിങ്ങും റോക്കറ്റ് ആക്രമണങ്ങൾ എല്ലാം നടത്തിയത്. കൂടുതലായിട്ടുള്ള ഈ പ്രോബ്ലംസ് ആണ് ഡെവലപ്പ് ചെയ്ത് ഈ ഒരു സ്റ്റേജിൽ ഇപ്പോൾ വന്നു നിൽക്കുന്നത്. സോ പാലസ്തീൻ ചോദിക്കുന്നത് അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് സെപ്പറേറ്റ് ഒരു രാജ്യം, അതാണ് അവർ ആവശ്യപ്പെടുന്നത്. ബട്ട് ഇസ്രായേലിന് തൊട്ടടുത്ത് പാലസ്തീൻ പോലൊരു രാജ്യം വരിക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് അക്സെപ്റ്റബിൾ അല്ല. അതുപോലെ തന്നെ 2 ഭാഗത്തും അതേപോലെ തന്നെ തിരിച്ച് ഇസ്രായേലിനോടുള്ള കുറേ പ്രോബ്ലംസ് പാലസ്തീൻ്റെ ഭാഗത്തുണ്ട്. സോ ഈ ഒരു പ്രോബ്ലംസ് ആണ് ബേസിക്കലി അവിടെ നടക്കുന്നത്, ഈ ഒരു സംഘർഷത്തിലേക്ക് വരുന്നത്. പലരും ഇതൊരു മതപരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് കാണുന്നത്. ബട്ട് ആക്ച്വലി ഇത് മതപരമായിട്ടുള്ള പ്രശ്നമേ അല്ല, ഇത് ലാൻഡിന് വേണ്ടിയുള്ള പ്രശ്നമാണ് അവിടെ നടക്കുന്നത്. ഈ 2 ഇസ്രായേൽ ആണെങ്കിൽ പാലസ്തീൻ ആണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് കോമൺ ആയിട്ട് കിടക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ജെറുസലേം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതാണ് ഏറ്റവും വലിയ ഇവരുടെ ഇടയ്ക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ജെറുസലേം സത്യം പറഞ്ഞാൽ മുസ്ലിംസിനാണെങ്കിലും ക്രിസ്ത്യൻസിനാണെങ്കിലും അതേപോലെ ജൂതർ കാണുന്നുണ്ടെങ്കിലും ഈക്വലി അവരവരുടെ ഹോളി പ്ലേസ് ആയിട്ട് കാണുന്ന ഒരു സ്ഥലമാണ്. സോ അത് വിഭജിച്ച് സെപ്പറേറ്റ് ചെയ്ത് ഇസ്രായേലിന് കൊടുക്കാനോ അല്ലെങ്കിൽ അത് പാലസ്തീന് മാത്രമായിട്ട് കൊടുക്കാനോ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ജെറുസലേമിൻ്റെ ടോട്ടൽ അതോറിറ്റി, ടോട്ടൽ പവർ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ കയ്യിലാണ്. എന്നാൽ പോലും ഇത് ഇസ്രായേലിൽ പാലസ്തീൻകാർ വരാറുണ്ട്, അവരുടെ മോസ്കിൽ വരാറുണ്ട്. അൽ അക്സ എന്ന് പറയുന്ന മുസ്ലിംസിൻ്റെ മോസ്ക് ജെറുസലേമിലാണുള്ളത്. ലോകത്തേക്ക് തന്നെ 3ാമത്തെ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോളി പ്ലേസ് ആയിട്ട് മുസ്ലിംസ് കാണുന്ന അൽ അക്സ ജെറുസലേമിലാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവരുടെ ഒരു ചേർച്ച് ഉണ്ട് അവിടെയാണ് യേശു അവസാനം കുരിശിലേറ്റപ്പെട്ടതായിട്ട്
അവർ വിശ്വസിക്കുന്നത്. ആ ചേർച്ച് അവിടെയാണ് ഉള്ളത്. അതുപോലെ ജൂതരുടെ കാര്യം പറയുകയാണെങ്കിലും അവരുടെ വെസ്റ്റേൺ വാൾ അത് അവിടെയാണുള്ളത്. അവരുടെ വിശ്വാസം അനുസരിച്ച് വളരെ അധികം ഹോളി ആയിട്ട് അവർ കാണുന്ന ഒരു സ്ഥലമാണ് വെസ്റ്റേൺ വാൾ എന്ന് പറയുന്നത്. സോ ഫോർ മുസ്ലിംസ്, ക്രിസ്ത്യൻസ് ആൻഡ് ജൂത് ഈക്വലി ജെറുസലേം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അവർക്ക് അത് സെപ്പറേറ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ രാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ അത് പറ്റില്ല. അതാണ് ഇവരുടെ ഇടയിലുള്ള ഒരു കോമൺ വേറൊരു പ്രശ്നം. അപ്പോൾ ഇപ്പോൾ എന്താ ബേസിക്കലി ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ജെറുസലേമിൽ ഒരു സിനഗോഗ് പണിയാനായിട്ട് ഇസ്രായേൽ പ്ലാൻ ചെയ്യുകയുണ്ടായി. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്നുള്ളത് പാലസ്തീൻ അറിയിക്കുകയും ഇപ്പോൾ ഈ ഒരു പെരുന്നാൾ സമയം, റംസാൻ ഈദ്, ഈ ഒരു പെരുന്നാൾ സമയമായതുകൊണ്ട് കൂടുതൽ പാലസ്തീനിൽ നിന്ന് ആൾക്കാർ വന്ന് മോസ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഈ സിനഗോഗ് പണിയുന്ന കാര്യത്തെക്കുറിച്ച് ഒരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ, അതിനെക്കുറിച്ച് പാലസ്തീൻകാർ ചോദിക്കാനിരിക്കാൻ ആവാം ഇസ്രായേൽ ഒരു നിയമം ഇറക്കി. ദാറ്റ് ഈസ്, അധികം പേരാരും മോസ്കിൽ കൂടി നിൽക്കരുത്, ക്രൗഡ് പാടില്ല, അധികം റഷ് ഒന്നും പാടില്ല മോസ്കിലേക്ക് എന്നൊരു നിയമം ഇറക്കി. അപ്പം അത് ഈ ഒരു പെരുന്നാൾ ടൈം ആയതുകൊണ്ട് മുസ്ലിംസിന് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് അവർക്ക് വന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഇങ്ങനൊരു പ്രോബ്ലം വന്നു. അപ്പോൾ പോലീസാണെങ്കിലും ബാരിയേഴ്സൊക്കെ വച്ച് തുടങ്ങി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് ഒരു സംഘർഷത്തിൻ്റെ ദ വെരി സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ തുടങ്ങിയ സംഘർഷമാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്, ഈ ഒരു ലെവലിലേക്ക് വന്ന് നിൽക്കുന്നത്. സോ ഇതാണ് ഇപ്പോഴത്തെ ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. ഇതാണ് ഇസ്രായേൽ പാലസ്തീനായിട്ടുള്ള മെയിൻ പണ്ട് തൊട്ടേ വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഇത് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതല്ല, നൂറ്റാണ്ടുകളായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോബ്ലമാണ്. ബട്ട് പലരും ഇപ്പോഴും ഇതിനെ ഒരു റിലീജിയസ് പ്രോബ്ലം ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. ദിസ് ഇസ് നോട്ട് എ റിലീജിയസ് പ്രോബ്ലം. ഇത് ലാൻഡിനെ കുറിച്ചുള്ള ഒരു പ്രോബ്ലമാണ്. വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവർക്കും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. സോ കൂടുതൽ വീഡിയോയ്ക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മോളിവുഡ് ഓൺലൈൻ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.